ഹലോ, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കൈമ റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. കറക്റ്റ് 10 മിനിറ്റിന് ശേഷം അതൊരു അരിപ്പയിലേക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്ക് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാട്ടോ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അറ്റ് എ ടൈം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ചൂടാക്കി നെയ്യൊഴിച്ച് അതിലേക്ക് സ്പൈസസ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരി ചേർത്ത് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് തിളച്ച വെള്ളവും ചേർത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതാട്ടോ ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ചെറുതായിട്ട് അതൊന്ന് സ്റ്റിക്കി ആയിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മളുടെ കറക്റ്റ് പരുവത്തിന് തമ്മിലൊട്ടാതെ അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് നെയ്യും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്നട്ട്സും കിസ്മിസും ചേർക്കാം. നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആട്ടോ. അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് ചിക്കൻ്റെ കൂടെയായിട്ട് കഴിച്ചത്. പിന്നെ ഞാനിവിടെ നെയ്ച്ചോറും അഥവാ ബിരിയാണി ആയാൽ പോലും ചെറുതായിട്ടരിഞ്ഞ പൈനാപ്പിൾ എപ്പോഴും ആ റൈസിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സെലിബ്രേഷൻസ് നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയല്ലേ ഗീ റൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.